നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഗവൺമെന്റിന്റെയും നമ്മുടെ സിസ്റ്റങ്ങളുടെയും ഉടനെയുള്ള ഇടപെടലുകളാണ്. നമ്മുടെ നാട്ടിൽ ഇല്ലാതിരുന്നതും അങ്ങനെ ഒരു കാര്യമാണ്. പൊതുവേ എല്ലാം വളരെ സ്ലോ ആണ്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പലപ്പോഴും ഭരണാധികാരികൾക്ക് കഴിയാറില്ല, അത് നടപ്പിലാക്കാൻ കഴിയാറില്ല. എന്തായാലും രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നമ്മുടെ ആഭ്യന്തര മന്ത്രിയുടെ ഇടപെടലുകൾ, വളരെയധികം ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്ന് പറയാതെ വയ്യ. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം മാത്രമല്ല, വിവിധ വിഷയങ്ങളിൽ ഒരു ആഭ്യന്തര മന്ത്രി എന്ന നിലയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം. കാഞ്ഞങ്ങാട് ഹൈവേ പെട്രോളിങ്ങിനിടെ ഉണ്ടായ അപകടത്തിൽ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലെ സിവിൽ പോലീസ് ഓഫീസർമാരായിട്ടുള്ള KM സൂരജ്, അലോഷ്യസ് മാത്യു എന്നിവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വരികയും ചെയ്ത വിവരം അറിഞ്ഞു. ചെറുപ്പക്കാരായ ഈ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ജില്ലാ ഫുട്ബോൾ ടീം അംഗം കൂടിയായിരുന്നു സൂരജ് എന്നുള്ളത് ഈ അപകടം സൃഷ്ടിച്ച വേദന വർദ്ധിപ്പിക്കുന്നു. ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിലാണ് ഇരുവരും അപകടത്തിൽപ്പെട്ടത്. അവരുടെ അടിയന്തര ചികിത്സാ ആവശ്യങ്ങൾക്കായി പോലീസ് വെൽഫെയർ ബ്യൂറോയിൽ നിന്നും ആദ്യഘട്ടമായി 5 ലക്ഷം രൂപ വീതം അനുവദിക്കാൻ നിർദ്ദേശം നൽകുകയാണ്. അവർക്ക് നിലവില് ലഭ്യമാക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കാനും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവർ നേരിടാൻ പോകുന്ന ജീവിത സാഹചര്യത്തെയും അതീവ ഗൗരവത്തോടെ കാണുന്നു. സർവീസിലേക്ക് തിരികെ മടങ്ങിയെത്തുമ്പോൾ ശാരീരിക അവസ്ഥയ്ക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളായിരിക്കും ഏൽപ്പിക്കുക. തളരാതെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുകയാണ് ഇപ്പോൾ ആവശ്യം. എല്ലാ പിന്തുണയുമായി ആഭ്യന്തര വകുപ്പ് കൂടെയുണ്ടാകുമെന്നാണ് സൂരജിനോടും അലോഷ്യസിനോടും പറയാനുള്ളത്. എത്രയും വേഗം ആരോഗ്യം വീണ്ടെടുത്ത് ധൈര്യമായി ജോലിയിൽ പ്രവേശിക്കൂ, ഒപ്പമുണ്ട് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇരുവരുടെയും ആ ഒരു ചിത്രം ഉൾപ്പെടെയുള്ള ഒരു പോസ്റ്റുമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ചികിത്സാ ചെലവ് ഏറ്റെടുക്കുമെന്നുമുണ്ട്. ഇവിടെ ഇത് ഒരു ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സേനയിലുള്ള 2 പേര് ഒരു അപകടത്തിൽപ്പെടുമ്പോൾ അവരെ സഹായിക്കുക എന്നത് ആഭ്യന്തര വകുപ്പിന്റെയും സ്റ്റേറ്റിന്റെയും റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. പക്ഷെ ഇവിടെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം ഉടനടിയുള്ള പ്രതികരണമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സംഭവം മനസ്സിലാക്കാനും അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് ആ ഉദ്യോഗസ്ഥരെ സഹായിക്കാനും നമ്മുടെ ആഭ്യന്തര മന്ത്രിക്കും വകുപ്പിനും കഴിഞ്ഞു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും നമ്മൾ കാണേണ്ട കാര്യം. പൊതുവെ നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു മെല്ലെ പോക്കിന് വലിയ ഒരു അളവ് വരെ മാറ്റമുണ്ടാകുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, പല വിഷയങ്ങൾ കൊണ്ട് സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ട്. പ്രത്യേകിച്ച് ഈ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. ഇത് പരിഹരിക്കുന്നതിനായിട്ട് ചടുലമായ നീക്കമാണ് ആഭ്യന്തര മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നമ്മുടെ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല, നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സേനകളിൽ ഒന്ന്. അത്രയും വേഗത്തിൽ കേസുകൾ തെളിയിക്കാനും കുറ്റവാളികളെ പിടികൂടാനും ഒക്കെ കഴിയുന്ന വളരെ മികച്ചൊരു ഫോഴ്സ് നമുക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഒരുപക്ഷെ രാജ്യത്തെ തന്നെ വിവിധ സ്റ്റേറ്റുകളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച ഒരു ആഭ്യന്തരമന്ത്രി ആയിരിക്കും എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. അദ്ദേഹം ചിലപ്പോൾ ഏതെങ്കിലും ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം വൃത്തിയായി ചെയ്യുന്നത് കൊണ്ടാകാം. പക്ഷേ ഒറ്റനോട്ടത്തിൽ ഒരു മികച്ച ആഭ്യന്തരമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം മികച്ചൊരു സേന കൂടി ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ളതായി കാണുന്നു. എന്തായാലും തീർച്ചയായും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. നമ്മുടെ കേരളം എല്ലാ മേഖലയിലും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. രാജ്യം അതിവേഗത്തിൽ വളരുമ്പോൾ, രാജ്യം ലോകത്തിന്റെ നെറുകയിലേക്ക് വളർന്നു കയറുമ്പോൾ നമ്മുടെ കേരളം അതിലേറ്റവും മികച്ചൊരു സ്റ്റേറ്റ് ആയിട്ട് മാറട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.